ഹലോ ഫ്രണ്ട്സ്, മീഷോയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചിട്ടുള്ള കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള കിച്ചൺ പ്രോഡക്ട്സ് നിങ്ങളെന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. നല്ല ക്വാളിറ്റിയിൽ അഫോർഡബിൾ റേറ്റിന് എനിക്ക് കിട്ടിയിട്ടുള്ള പ്രോഡക്ട്സ് ആയതുകൊണ്ടാണ് കേട്ടോ നിങ്ങളെയും കാണിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇതിൽ ഏതെങ്കിലും പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലിങ്ക് വഴി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് വാങ്ങിച്ചാൽ മാത്രമേ ഇത്രയും ക്വാളിറ്റിയോടുക്കനെ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. ഏതെങ്കിലും ലിങ്ക് വഴി വാങ്ങിച്ചാൽ ക്വാളിറ്റിയിൽ ഇഷ്യൂസ് വരാനൊക്കെ ചാൻസ് ഉണ്ട്. ഫസ്റ്റ് പ്രോഡക്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഇതുപോലൊരു പൗച്ചാണ്. സാധാരണ നമ്മൾ കടയിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഇഷ്ടംപോലെ കവറുകൾ കാണും, എന്നാൽ ആവശ്യത്തിന് നോക്കുമ്പോൾ ഒറ്റൊന്നും കാണൂല. അങ്ങനെയുള്ളവർക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പൗച്ചാണ് കേട്ടോ ഇത്. നമുക്ക് വേണമെങ്കിൽ ഈ പൗച്ചിലേക്ക് കവറുകൾ ഓരോന്നായിട്ട് കറക്റ്റായിട്ട് മടക്കി വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് വെക്കുമ്പോൾ ഇതുപോലെ അങ്ങനെ വെച്ചു കൊടുത്താലും മതി. അങ്ങനെ ഈ പൗച്ചിലേക്ക് ഞാൻ കംപ്ലീറ്റ് കവറും വെച്ചു. ഇപ്പോൾ കണ്ടില്ലേ, 7 കവർ ഞാൻ വെച്ചപ്പോഴത്തേന് ഇത്രയും നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞത് ഏകദേശം ഒരു 10-25 കവറോളം കൊള്ളും എന്ന് പറയാം. അപ്പോൾ അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു പൗച്ചിൻ്റെ തന്നെ താഴെ ഭാഗത്തായിട്ടും അതുപോലെ സൈഡ് ഭാഗത്തായിട്ടും 2 ഹോളുണ്ട്. ഈ 2 ഹോൾ വഴി നമുക്കിത് തിരിച്ചിട്ട് എടുക്കാനും പറ്റും. അതുപോലെ തന്നെ നമുക്കിത് സ്റ്റോർ റൂമിലോ കിച്ചണിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ചുമരിൽ ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിത് എവിടെ വേണമെങ്കിലും ഹാങ് ചെയ്തിടാൻ പറ്റും. അങ്ങനെ ഹാങ് ചെയ്തിടുമ്പോൾ ഈസി ആയിട്ട് നമുക്കിത് താഴ്ന്ന് ഇതുപോലെ അങ്ങനെ ഓരോ കവറായിട്ട് വലിച്ചെടുക്കാൻ പറ്റും. ഇനി അതല്ലെങ്കിലോ ഈ ഒരു സൈഡ് വഴി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇതുപോലെ അങ്ങനെ വലിച്ചെടുക്കാനും പറ്റും. പിന്നെ നമുക്ക് വീണ്ടും കവർ കിട്ടുന്ന സമയത്ത് ഇതിലൂടെ അങ്ങനെ ഇടാനും പറ്റും. ഈ ഒരു സൈഡ് വഴി ഇങ്ങനെ എടുക്കാനും പറ്റും. അങ്ങനെ നമ്മുടെ കവറുകളൊക്കെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഒരു കുഞ്ഞു പൗച്ചാണ് കേട്ടോ ഇത്. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് പ്രോഡക്റ്റ് ഇതാണ് കേട്ടോ. നമ്മൾ മലയാളികളുടെ വീട്ടിൽ എപ്പോഴാണെങ്കിലും തേങ്ങ ഇല്ലാണ്ട് ഇരിക്കൂല. അപ്പോൾ സാധാരണ നമ്മൾ തേങ്ങ എടുക്കുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ മടാളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ മേടാൻ നിൽക്കണം അല്ലേ. അതിന് ഒരുപാട് മേടുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ കൈ മുറിയാനോ അങ്ങനെയൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു രക്ഷക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇതുപോലൊരു റബ്ബർ ബുഷും അതേപോലെ തന്നെ ഒരു മെറ്റൽ ബ്ലോക്കും കൂടെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല വെയിറ്റോട് കൂടെ ഇതിങ്ങനെ താഴെ വെക്കുന്ന സമയത്ത് തന്നെ സ്റ്റിക്കായിട്ട് നിന്നോളൂ. അതുകൊണ്ട് തന്നെ നമുക്കിതിങ്ങനെ ഒറ്റ പ്രസ്സിൽ നമുക്ക് തേങ്ങ ഉടച്ചെടുക്കാൻ പറ്റും. അങ്ങനെ തേങ്ങ ഉടച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൽ ബാലൻസ് വരുന്ന വെള്ളമൊക്കെ ഈ ഒരു പാത്രത്തിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്കിത് കുടിക്കാനും പറ്റും കേട്ടോ. ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണെന്ന് തോന്നി. കിച്ചണിൽ വീട്ടമ്മമാർക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടൊരു പ്രോഡക്റ്റാണിത്. ഇതിൻ്റെ കൂടെ തന്നെ ഈ ഒരു സ്റ്റിക്ക് വരുന്നുണ്ട്. സാധാരണ നമ്മൾ ഗൾഫിലൊക്കെ പോകുന്നവരൊന്നും അങ്ങനെ ചിരവൊന്നും യൂസ് ചെയ്തിട്ട് തേങ്ങ ചിരവാറില്ല. ജസ്റ്റ് തേങ്ങ ഒന്ന് ഉടച്ചതിന് ശേഷം ചുടുവെള്ളത്തിലിട്ടിട്ട് അങ്ങനെ ചൂഴ്ന്നെടുക്കാറാണ്. അല്ലെങ്കിൽ നമ്മൾ കൊപ്രയൊക്കെ ഉണ്ടാക്കുന്ന സമയത്താണെങ്കിലും തേങ്ങ ചൂഴ്ന്നെടുക്കാനൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണിത്. നെക്സ്റ്റ് പ്രോഡക്റ്റ് ഇതുപോലെ പ്ലോട്ടിൽസൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ട് ഒരു കോംബോ ബ്രഷാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ അറ്റം സിലിക്കോൺ ടച്ചാണ് കേട്ടോ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബോട്ടിൽസിൻ്റെ അടിഭാഗമൊക്കെ നല്ല ഡീപ്പായിട്ട് തന്നെ ഇവിടെ വരെ ബ്രഷ് ഉള്ളതുകൊണ്ട് ഡീപ്പായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഹാൻഡിൽ അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ബോട്ടിൽസിൻ്റെ അകത്തേക്ക് ഇറങ്ങി ചെന്നിട്ട് എല്ലാ സൈഡിലും താഴെയും ഭാഗത്തൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഈ ഒരു ബ്രഷ് വെച്ചാൽ ബോട്ടിലിൻ്റെ ക്യാപ്പ് ക്ലീൻ ചെയ്തെടുക്കാനും അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളെ നിപ്പിൾ ബോട്ടിൽസിൻ്റെ നിപ്പിളൊക്കെ അകത്ത് ചെന്നിട്ട് ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു പ്രോഡക്റ്റാണിത്. അടുത്തത് ഈ ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. എനിക്ക് ഒരുപാടധികം യൂസ്ഫുൾ ആയിട്ടുള്ള എന്നാൽ ഒരുപാടധികം ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റാണിത്. കാണാൻ സിമ്പിളാണെങ്കിലും ഇതിൻ്റെ ഉപയോഗം അടിപൊളിയാണ് കേട്ടോ. നമ്മൾ ചോറ് ഊറ്റിയെടുക്കുന്നതിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് കേട്ടോ ഇത്. ഇതുപോലെ അങ്ങനെ കലം വെച്ചാൽ മതി. ഇപ്പം ഞാൻ ജസ്റ്റ് കാണിക്കുന്നേ ഉള്ളൂ. ഇതുപോലെ അങ്ങനെ വെള്ളത്തോടുക്കിനുള്ള ചോറില്ലേ അല്ലെങ്കിൽ കഞ്ഞി ഇതുപോലെ ആദ്യം ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കണം. ഏത് ലിഡായാലും കുഴപ്പമൊന്നുമില്ല. ഇത് ഞാൻ ജസ്റ്റ് ഒരു ലിഡ് വെച്ചിട്ട് അടച്ചിട്ട് ഈ ഒരു ചെരിവ് ഭാഗത്തേക്ക് വെച്ച് കൊടുത്തു. താഴെ ഇതുപോലെ അങ്ങനെ ഒരു ബൗൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കഞ്ഞിവെള്ളം നമുക്ക് ഇതിലേക്ക് സ്റ്റോർ ചെയ്യാം. ഇനി കഞ്ഞിവെള്ളം വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് സിങ്കിലേക്ക് ഡയറക്റ്റായിട്ട് ഇതിങ്ങനെ വെച്ച് കൊടുക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ കഞ്ഞിവെള്ളം സ്റ്റോർ ചെയ്യാൻ ഇവിടെ ഇങ്ങനെ ഒരു ബൗൾ വെച്ചാൽ മതി. ഇങ്ങനെ ഒരു 15 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് വാർന്ന് വന്നതിന് ശേഷം ചോറ് മാത്രമായിട്ട് കിട്ടും. അപ്പോൾ 15 മിനിറ്റിന് ശേഷം തന്നെ നമുക്കിതിങ്ങനെ എടുത്ത് മാറ്റി നോക്കിക്കഴിഞ്ഞാൽ ഒട്ടും വാട്ടർ കണ്ടൻറ്റ് ഇല്ലാതെ ചോറ് മാത്രമായിട്ട് ഇതുപോലെ കിട്ടും. ഇനി നമുക്കിത് സെർവിങ് ബൗളിലേക്കായിട്ട് സെർവ് ചെയ്യാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഇങ്ങനെ അടച്ചു വെക്കാനും പറ്റും. ഇനി വലിയ പാത്രം മാത്രമല്ല കേട്ടോ, ചെറിയ പാത്രം ഇതുപോലെ തന്നെ വെക്കാൻ പറ്റും. കലം തന്നെ വേണമെന്നൊന്നുമില്ല. ഏത് രീതിയിലുള്ള പാത്രമാണെങ്കിലും ഇതുപോലെ വെക്കാൻ പറ്റും. ഇപ്പം ഞാനിവിടെ കാണിച്ചിട്ടുള്ളത് ഒരു ചെറിയ പാത്രം വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു രീതിയിലും ചെയ്യാൻ പറ്റും കേട്ടോ. നെക്സ്റ്റ് പ്രോഡക്റ്റ് എനിക്ക് അടുക്കളയിലൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. പ്രത്യേകിച്ച് വീഡിയോ ചെയ്യാനാണെങ്കിലും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇതൊരു 3 പീസ് കോംബോ ആയിട്ട് വരുന്ന ഒരു ബൾബാണ് കേട്ടോ.
ഇനിയിപ്പോൾ കറണ്ട് ഇല്ലാത്തൊക്കെ സമയത്താണെങ്കിൽ നിങ്ങൾക്കൊരു ഇൻവെർട്ടർ പോലെ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ ഇൻവെർട്ടർ ഇല്ലാത്ത വീടാണെങ്കിൽ ഒരുപാട് ക്യാഷ് ചിലവാക്കിയിട്ട് ഇൻവെർട്ടർ വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ഒരു ബൾബ് മാത്രം വാങ്ങിച്ചാൽ മതി. 250 രൂപയിൽ താഴെ കേട്ടോ ഈ ഒരു 3 പീസിനും കൂടെ വരുന്നുള്ളൂ. ഇത് നമ്മൾ സാധാരണ ബൾബ് ഹോൾഡറിൽ വെച്ച് കഴിഞ്ഞാൽ കറണ്ട് പോയാൽ ഓട്ടോമാറ്റിക്കായിട്ട് കത്തും. അതല്ലാന്നുണ്ടെങ്കിൽ ഇതേ കണ്ടില്ലേ, ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ കൈ വെച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാലും ഇതുപോലെ കത്തും. അപ്പം ഇനി ഇത് വേണമെങ്കിൽ ടോർച്ചായിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വെറുതെ ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ ഇതിങ്ങനെ കത്തുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല ലൈറ്റ് ഉണ്ട് കേട്ടോ. നല്ല പവറുള്ള നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര വേർത്തായിട്ട് തോന്നി. ഇനിയിപ്പോൾ കിച്ചണിലേക്ക് മാത്രമല്ല, നമുക്ക് ബെഡ്റൂമിലേക്കോ അല്ലെങ്കിൽ ഹാളിലേക്കോ ഒക്കെ കിട്ടും. കാരണം ഹാളിലൊക്കെ വെച്ചാൽ തന്നെ അത്യാവശ്യം നല്ല ലൈറ്റ് ഇടുന്നുണ്ട്. ഇനി ഇൻവെർട്ടർ ഇല്ലാത്ത നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ബൾബ് ഒന്ന് സജസ്റ്റ് ചെയ്തോളൂ. നെക്സ്റ്റ് പ്രോഡക്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഒരു ഇലക്ട്രിക് ലൈറ്ററാണ്. ഈ ഹാൻഡിലൊക്കെ അത്യാവശ്യം നല്ല നീളമുള്ള ഇതുപോലെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ലൈറ്ററാട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. ഒരൊറ്റ ചാർജ് കൊണ്ട് തന്നെ നമുക്ക് ഏകദേശം 1 മാസത്തിലേറെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ ഗ്യാസ് ലൈറ്റ് മാത്രമായിട്ടല്ല, നമുക്കിനി പേപ്പർ കത്തിക്കാനാണെങ്കിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. സാധാരണ ലൈറ്റർ നമ്മളിങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് കുറേ പ്രസ് ചെയ്ത സമയത്ത് അതിങ്ങനെ ലൂസായിട്ട് കേടായി പോവാറൊക്കെ ഉണ്ട്. പക്ഷേ ആ ഒരു കംപ്ലൈൻ്റ് ഒന്നും ഇതിന് വരില്ല കേട്ടോ. ഒത്തിരി ലോങ് ലാസ്റ്റ് ചെയ്യുന്നൊരു പ്രോഡക്റ്റാണ്. പിന്നെ മാസത്തിൽ ഒരു തവണ ജസ്റ്റ് ഒന്ന് ചാർജ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ കേബിളും കൂടെ വരുന്നുണ്ട്. ഗ്യാസ് ലൈറ്ററായിട്ട് മാത്രമല്ല, ഇനിയിപ്പോൾ പുറത്ത് എന്തെങ്കിലും വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കത്തിക്കാനോ പേപ്പർ കത്തിക്കാനോ അല്ലെങ്കിൽ ഷീറ്റ് കത്തിക്കാനോ ഒക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ്. വിളക്ക് കത്തിക്കാനും അതുപോലെ ക്യാൻഡിൽ കത്തിക്കാനൊക്കെ പറ്റിയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് കേട്ടോ ഇത്. പിന്നെ ഇന്നത്തെ ലാസ്റ്റ് പ്രോഡക്റ്റ് ഞാൻ കാണിക്കുന്നത് ഈ ഒരു ട്വിസ്റ്ററാണ്. ശരിക്കും ഇതെന്താ കിച്ചൺ പ്രോഡക്റ്റിൻ്റെ കൂടെ കാണിച്ചതെന്ന് ചിന്തിക്കണ്ട, ഞാനിത് കിച്ചണിലാണ് കേട്ടോ വെക്കാറുള്ളത്. നമ്മൾ കിച്ചണിൽ ഇങ്ങനെ കുറേ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് എണീറ്റ് നിന്നിങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ കാലിൻ്റെ മസിൽസൊക്കെ ഒന്ന് സ്ട്രെങ്ത് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടൊക്കെ എപ്പോഴും കിച്ചണിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പ്രോഡക്റ്റാണിത്. വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ മസിൽസൊക്കെ നല്ല ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയൊക്കെ നല്ല ഫിറ്റ് ആവാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ട്വിസ്റ്ററാണ് ഇത്. ഇലക്ട്രിക് ട്വിസ്റ്ററൊന്നും അല്ല കേട്ടോ. കുട്ടികളുടെ സ്പിന്നറില്ലേ, അതുപോലൊരു ബെയറിങ്ങിൻ്റെ ഓപ്ഷനാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ഇതിൽ കയറി നിന്നിട്ട് ഇങ്ങനെ 2 രീതിയിൽ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ബോഡി കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു സൈഡ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ വരുന്നത്. ഇതിൽ എത്ര നേരം വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നെക്സ്റ്റ് സൈഡ് അത്യാവശ്യം നല്ല മുള്ളു പോലെയാണ് വരുന്നത്. ഈ കാലിൻ്റെ അടിഭാഗത്തോ അല്ലെങ്കിൽ കുറേ നേരം നിന്ന് കഴിഞ്ഞാൽ ഉപ്പൂറ്റിയുടെ ഒക്കെ ഭാഗത്ത് നന്നായിട്ട് പെയിൻ ഉള്ളവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. ഇതൊരു മസാജറാണ്. അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്തിട്ട് കാലിങ്ങനെ എടുക്കുക വെക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കാലിൻ്റെ അടിയിലുണ്ടാകുന്ന ആ ഒരു വേദനയൊക്കെ മാറിക്കിട്ടും. ഇപ്പോഴല്ല, ഞാനത് വാങ്ങിച്ചിട്ട് കുറച്ചായി. കണ്ടാൽ തന്നെ അറിയാലോ അത്യാവശ്യം പഴക്കമുണ്ട്. ഞാനത് വാങ്ങിച്ചിട്ട് കുറച്ചായി. എനിക്ക് പണ്ടതുപോലെ ഇങ്ങനെ കാലുവേദന ഉള്ള ടൈമിൽ വാങ്ങിച്ചതാണ് ഞാൻ. അപ്പോൾ കാലുവേദന ഉള്ള സമയത്താണെങ്കിൽ ഈ ഒരു ബ്ലാക്ക് ഭാഗത്ത് ഇങ്ങനെ പോയിൻ്റ് ഔട്ടായിട്ട് നിൽക്കുന്ന ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ കാല് വെച്ചിട്ട് ഇങ്ങനെ എടുക്കുകയൊക്കെ ചെയ്താൽ മതി. അല്ലാത്ത സമയത്താണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ എക്സസൈസൊക്കെ ചെയ്യാനാണെങ്കിൽ ഈ ബ്ലൂ സൈഡിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ ജനലിലൊക്കെ ഇങ്ങനെ സപ്പോർട്ടിനായിട്ട് ജനലിമൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ നമ്മുടെ ബോഡി കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്താലൊക്കെ മതി കേട്ടോ. നല്ല യൂസ്ഫുൾ ആയിട്ട് ഒരു പ്രോഡക്റ്റാണ്. ഇതുപോലുള്ള ചെരുപ്പുകളൊക്കെ വാങ്ങിക്കാൻ പറ്റുമെങ്കിലും അത് ഇത്രമാത്രം എഫക്റ്റീവ് ഒന്നുമല്ല. ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ ഒരു ചെരുപ്പിൻ്റെ റേറ്റ് പോലും വരുന്നില്ല. പക്ഷേ ഒരുപാട് ലോങ് ലാസ്റ്റിംഗ് ആണ്. അപ്പോൾ ഇത്രയും പ്രോഡക്റ്റ് ആണോ ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത്. ഇതിലേതെങ്കിലും പ്രോഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഡെയിലി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് കാണണമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഇനി വീഡിയോസ് ഒന്നും മിസ് ചെയ്യാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സപ്പ് ചാനലൊന്ന് ജോയിൻ ചെയ്തോളൂ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ബൈ.